ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചേട്ടൻ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു പ്രായം ചെന്ന അമ്മയും ഒരു മോനും താമസിക്കുന്നു. നമ്മളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ പോലും നമുക്ക് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം രാവിലെ ചെയ്യുന്ന ഒരു കഷ്ടപ്പാട്. അദ്ദേഹത്തിന്റെ കല്യാണമൊക്കെയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി ആണെന്ന് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോർപ്പറേഷനിൽ. എന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഈ സാധനം കോരാൻ പോലും ആളില്ല. ഒന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കൊല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ ദൈവം തന്നെ ജീവിതം ഞങ്ങൾക്ക് പാഴാക്കല്ലേ. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് വാങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ താമസിക്കുന്നവരുടെ സുരക്ഷിതത്വം ഞാൻ ആരെ അറിയിക്കാറില്ല. എനിക്ക് ഇങ്ങനെ ആൾക്കാരെ അറിയിക്കുന്ന ഇഷ്ടമല്ല. LDF വരും, എല്ലാം ശരിയാകും. എല്ലാം ശരിയാകുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണണം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ പ്രണയം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീടല്ല. ഞങ്ങൾക്ക് നാണമാണ് അങ്ങനെയൊക്കെ പറയാം. അമ്മച്ചു ഇപ്പൊ മകളെ മക്കളുടെ വിവാഹം നടക്കണമെങ്കിൽ ഒരാൾ ഇവിടെ ജോലിക്ക് വരും. ആ വിധത്തിലാണ് മക്കൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞ പിന്നെ ജോലിക്ക് വരുന്ന ആൾക്കാർക്കല്ലേ കല്യാണം കഴിക്കാന്. അമ്മച്ചിയുടെ അപ്പൻ തട്ടാനായിരുന്നു. ഒരുപാട് വേറെ തട്ടാന്മാര് ജോലി അതുപോലെ ജോലി ചെയ്യാൻ വന്ന ഒരു ആളായിരുന്നു എന്റെ അപ്പച്ചൻ. അവിടെ സ്വർണ്ണപ്പണിയാൻ വേണ്ടി അമ്മച്ചി അപ്പച്ചനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? തട്ടാൻ തട്ടിയെടുത്തത് അമ്മച്ചി. അഴകൊന്നുമില്ല, എനിക്ക് സ്വഭാവത്തിനെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ചെറിഞ്ഞ് ഏതാണ് ബസ്സാൻകുട്ടി എന്നാ പേര്, ബസ്സാൻകുട്ടി എന്നാണ്. ഇതൊക്കെ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു യാത്ര നമ്മുടെ ടീമിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ ടീമിനെ ഒന്ന് കാണണം, അമ്മച്ചിയെ ഒന്ന് കാണണം, അത് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. നല്ല മഴയാണ് കേട്ടോ, ഇന്ന് നല്ല മഴയാണ്. അപ്പം മഴയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. എൻ്റെ തൊട്ട് പിന്നിൽ കാണാണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ ടീം എന്തോ പണിയിലാണെന്ന് എനിക്ക് തോന്നണം. വരുമ്പോൾ തന്നെ ടീം എന്തോ പണിയിലാണ്. ആ വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതിനു മുമ്പും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ടീം എന്തോ പണിപ്പുരയിലാണ്. ഇതെന്താ, ഞാൻ ഒന്ന് കല്യാണ വിശേഷമൊക്കെ അറിയാൻ വേണ്ടി കൂടെ വന്നപ്പോൾ ഇവിടെ വേറെ എന്തോ പണിയാണ്. ഇവിടുത്തെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഇതിന് കച്ചറയും കാര്യങ്ങളൊക്കെ ഭയങ്കര മണം. ഈ കോർപ്പറേഷനിൽ നിന്ന് അല്ലെങ്കിൽ കൗൺസിലറിന്റെ ഭാഗത്തു നിന്നൊന്നും വരാൻ ആരും പറ്റില്ല. ഓഹോ, അത് കാര്യമായിട്ട് ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പൊ ഇത് ഒത്തിരി നാളായല്ലോ ടീം ഈ അവസ്ഥ തുടങ്ങിയിട്ട്. ഒത്തിരി നാളായി. അമ്മച്ചി എന്താ പറയാ? അമ്മച്ചി എന്നാ പറഞ്ഞ? ഞാൻ പറയുന്നത് ഞങ്ങളുടെ നിലവിളി രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും MLA കോൺഗ്രസ് ഇതിലുള്ള എല്ലാ സ്ഥാനത്തും ഉയരങ്ങളിൽ കയറിയിരിക്കുന്നവരെല്ലാവരും ഞങ്ങളുടെ സ്ഥിതി കാണുക, കണ്ണ് തുറന്ന് നോക്കുക. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്താണ് ഇത്ര വൈരാഗ്യം? ഞങ്ങളുടെ വൈരാഗ്യം റോഡിനോടാ, കാണയോടാ, സ്രാവിനോടാ. ഒന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കൊല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ ദൈവം തന്നെ ജീവിതം ഞങ്ങൾക്ക് പാഴാക്കല്ലേ. ഒരാഴ്ച കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. ഇതുണ്ടെങ്കിൽ എല്ലാവരുടെയും കച്ചറയും മാലിന്യങ്ങളും എല്ലാം ഇതിലൂടെ ഒഴുകി വരുന്നത്. ഇവിടെ വന്ന് കറക്റ്റ് അടിയുമാണ് കേട്ടോ. ഇവിടെ എൻ്റെ വീടിന് മുമ്പിൽ വന്ന് അടി. ഇവിടെ ഒരു കൗൺസിലർ ഉണ്ട്. ഇതിൽ കൂടിയാണ് പുള്ളി ആഴ്ചയിൽ 4 പ്രാവശ്യം. പുള്ളി കണ്ണിന് വല്ല കാഴ്ചക്കുറവുണ്ടോ പുള്ളിക്കാ? അതെനിക്കറിയാൻ പറ്റില്ല. അമ്മച്ചിയുടെ കാഴ്ചക്കുറവുണ്ടോ കൗൺസിലർ? കാഴ്ചക്കുറവൊന്നുമില്ല. പക്ഷെ ഇപ്പം സ്ലാവിട്ട സ്ഥലത്തും കാണാൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വീണ്ടും പൊളിച്ചു പണിയാണ്. അത് ഞങ്ങളുടെ മുൻവശം, വടക്ക സൈഡ്, തെക്കേ സൈഡ് ഇതെല്ലാം പൊളിച്ചു പണിയാണ്. അപ്പം ഞങ്ങളോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത്. എത്ര കൊല്ലമായി പറയുന്നത്? 10-20 കൊല്ലം 16 കൊല്ലമൊക്കെ കഴിഞ്ഞ് പറയുന്നത്. സത്യമാണ് കേട്ടോ. ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് ആഗ്രഹിച്ച് കുറേ നാളായി. പക്ഷേ ഇപ്പം ടീമിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചൊന്ന് കാണാൻ വന്നപ്പം ഞാൻ ഇതിനു മുമ്പ് ഈ അവസ്ഥ കണ്ടേക്കണം. പക്ഷെ എത്ര വർഷമായി. ഇലക്ഷൻ വരാൻ പോവാണ്. വരണം വോട്ട് ചോദിക്കാൻ. ഇവിടെ ധൈര്യമായിട്ടും കൂടി പോരെ, നല്ല വോട്ട് കിട്ടും. നല്ല വോട്ട് കൊടുക്കണം അമ്മച്ചി. ഇത്തവണ ഇലക്ഷൻ വരുമല്ലേ, വോട്ട് ചോദിക്കാൻ ശരിക്കും വോട്ട് കൊടുക്കണം. വോട്ടാണ് കൊടുക്കണം, കൊട്ടാണ് കൊടുക്കണം. വോട്ടല്ല കേട്ടോ, കൊട്ട് കൊടുക്കും. വോട്ട് ചോദിക്കാൻ വരുമ്പോഴേ ഭയങ്കര സന്തോഷത്തോടെ അമ്മച്ചിക്ക് മിഠായിയും സാധനങ്ങളും കൊണ്ടുവന്ന് കൊടുക്കും. അത് അമ്മച്ചി പറഞ്ഞ 80 എൻ്റെ വീടിന്റെ സ്ലാവ് ഇട്ട് 17 വർഷമായി അമ്മച്ചി പറയണത്. 17 വർഷം. അമ്മച്ചി കഴിഞ്ഞ ദിവസമായി ഞാൻ വീട്ടിലാണ്. അമ്മച്ചിക്ക് പ്രായമായി. പള്ളി പോകാൻ വേണ്ടി ഇതിൽ വന്നപ്പോൾ തീറ്റി വെള്ളത്തിൽ വീണ്. ബാക്കി അമ്മച്ചി പറയും. ഇല്ല, അതിന് രസമുണ്ട്. ഞാൻ പള്ളിപ്പാലത്ത് ഇറങ്ങനെയാണ്. അപ്പോഴത്തേക്കും ഞാൻ തൂട്ടി ആ കാണ്ട അടിയത്തോയപ്പോൾ
ഒരു ഓട്ടോറിക്ഷക്കാരൻ ജീവൻ ഉപേക്ഷിച്ച് ഓടി ഇവിടെ കാണുന്നത്. അപ്പം അയാൾ എന്നെ പിടിച്ച് കഴിഞ്ഞപ്പിക്കുന്ന എന്നിട്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റ്. ആ ഓട്ടോക്കാരന് എത്ര സൂക്ഷിച്ചാലും മതിയല്ല, അയാളാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ അല്ലേ എന്തായിരിക്കും അവസ്ഥ? ഞാൻ കാലയിലാട്ട് വീഴും. ഇത് പാസ്സായി കിടക്കുന്നതാണ് ഈ പറഞ്ഞ ഈ ഇതിന്റെ സ്ലാബ് ഇടുന്ന കാര്യം. നമ്മൾ കൗൺസിലർ വിചാരിച്ചു കഴിഞ്ഞാൽ MLA വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ്. നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? വൈരാഗ്യമുള്ള പോലെയല്ല ഇപ്പൊ പെരുമാറുന്നത്. ഞങ്ങളുടെ വൈരാഗ്യം ഒരു കലാകാരനോടാണ് വൈരാഗ്യം. വൈരാഗ്യക്കാരോ ഉണ്ട്. ഞാൻ ഈ കൗൺസിലിനെ എപ്പൊ കണ്ടാലേ ഞാൻ വല്ല ഫംഗ്ഷനിലും പുള്ളിയുടെ വിളിക്കുന്ന ഫംഗ്ഷനിലൊക്കെ പോണതാണ്. എപ്പൊ കണ്ടാലും ഞാൻ പറയും, MLA-നോട് ഞാൻ പറയും, ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കാണാൻ റെഡിയാക്കി വന്നാലും നമുക്ക് മതിൽ കെട്ടാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് കെട്ടാന്ന് ചോദിച്ചാൽ കെട്ടാൻ പറ്റൂല. ഇത് പൊളിച്ചോളയും ഓപ്പറേഷന്മാർ വന്ന് നമുക്ക് ഇതിന് ലെവലും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റൂല. അവര് അവിടെ നിന്ന് പണിത് വരാൻ നേരത്ത് ഇത് പൊളിച്ചോളെ. എന്തൊരവസ്ഥയാന്ന് മണം മഞ്ഞില്ലേ നിങ്ങൾക്ക്? ആ നമുക്ക് സ്മെല്ലുണ്ട്. നമ്മൾ വരുമ്പോ ഈ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി തിന്നാട്ടോ ടീം ഇത് ചെയ്യണം. അതല്ല ഈ സ്മെല്ല് ഞങ്ങള് ജീവിക്കുന്നതാ എൻ്റെ അകത്ത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് കരിയോയിൽ പോലത്തെ വെള്ളമാണ്. ഇപ്പൊ മഴ വന്നപ്പോൾ ഇത് തെളിഞ്ഞ പ്രാർത്ഥന എല്ലാം പോലും നടവാല് തുറക്കാൻ പറ്റില്ല. രാവിലെ തുറക്കണം നടവാല്, അതിനും പറ്റിയ മണമാണ് അടിച്ച് കയറുന്നത്. ഇതിന്റെ ഈ കുപ്പികളൊക്കെ നോക്കിയേ, പുറത്ത് ആ ഈ വെള്ളത്തിന്റെ കളർ എന്നൊന്ന് കണ്ടു നോക്കിയ. നമ്മളൊരു മനുഷ്യൻ താമസിക്കുന്ന ഒരു പ്രായം ചെന്ന അമ്മയും ഒരു മോനും താമസിക്കുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ പോലും നമുക്ക് ഈ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം രാവിലെ ചെയ്യുന്ന ഒരു കഷ്ടപ്പാട്. അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെയാണ്. കല്യാണം കുറച്ച് അതറിഞ്ഞ് വന്നപ്പം ഈ അവസ്ഥ കണ്ടപ്പം ഇതേ ഞാൻ കൊച്ചിയിലെ മെയിൻ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി ആണെന്ന് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോർപ്പറേഷനിൽ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഈ സാധനം കോരാൻ പോലും ആളില്ല. നമ്മൾ തന്നെ കോരേണ്ട അവസ്ഥയാണ്. ഇത് ഫുള്ള് നിറഞ്ഞു കഴിയാൻ നേരത്ത് ആളെ വിടും. അല്ലാത്ത സമയത്തൊക്കെ പകുതി നിറയുമ്പോഴൊന്നും ആളെ വിടില്ല. പിന്നെ ഇത് ഈ മാലിന്യങ്ങൾ വരുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ കുഴപ്പമുണ്ട്. കച്ചറയും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് എറിയുവാണ്. ഇത്രയുള്ള പ്ലാസ്റ്റിക് ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ക്യാമറ വെക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മാലിന്യങ്ങളാണ് ഇത്. ഞങ്ങൾ എന്തിനാ വാരണം? ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മാലിന്യങ്ങൾ മണം കാരണം മാരണമാണ്. നമുക്ക് ജീവിക്കണ്ടേ എൻ്റെ ഉള്ളിൽ. സ്മെല്ല് കാരണം ഞാൻ ആഴ്ചയിൽ 1-2 തവണ ഇതുപോലെ വാരി കോർപ്പറേഷൻ വണ്ടി വിടാൻ നേരത്തെ കയറ്റി വിടുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കാണാനേക്കൊന്നും അറിയാറൊന്നുമില്ല. ഞങ്ങൾ ഈ സഞ്ചിയിൽ കയറ്റിയിട്ട് അമ്മയ്ക്ക് അവർ വരുമ്പോൾ കൊടുത്തുവിടില്ല. തീർച്ചയായിട്ടും ഇത് കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് വാങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ താമസിക്കുന്നവരുടെ സുരക്ഷിതത്വം, നിങ്ങളൊരു ചെറിയ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്നേ ക്ലീൻ ചെയ്യാൻ 17 വർഷമായി ഈ അമ്മ ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്നിട്ട് ചെയ്യാൻ കഴിയാത്ത, രാവും പകലും ഇതിലെ പോകുന്ന കൗൺസിലറിൻ്റെ കണ്ണിനെന്തോ കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ കണ്ണിന് തിമിരമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരില്ല. എന്തായാലും നമുക്ക് ഇവർ ക്ലീനിങ് കഴിയട്ടെ, നമുക്ക് എന്നിട്ട് ബാക്കി വീട്ടിലിരുന്ന് സംസാരിക്കാം. ഇത് സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ കൊച്ചിയിലും മുണ്ടമ്പേൽ, തോപ്പുംപടിക്കടുത്ത് മുണ്ടമ്പേൽ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു കലാകാരനാണ്. പക്ഷേ ഇത് ഭയങ്കര മോശമായി ഇപ്പോൾ ഇവർ കാണിക്കും നമ്മളോട്. പക്ഷേ വേറൊരു കാര്യമുണ്ടോ? ഈ ടീം പറഞ്ഞാൽ ടീമിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അവർ വന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. ഇലക്ഷൻ ഇനി 1 മാസക്കാലമുള്ളൂ. അതിനു മുമ്പെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് ഇതൊന്ന് റെഡിയാക്കി സ്ലാബൊക്കെ ഇട്ട് വൃത്തിയാക്കാൻ ഈ കൗൺസിലറിന് കഴിയുമെങ്കിൽ, ഈ ഭരണസമിതിക്ക് കഴിയുമെങ്കിൽ LDF വരും, എല്ലാം ശരിയാകും. എല്ലാം ശരിയാകുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും വീട്ടിലേക്കൊന്ന് കയറാം. ഈ പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വീട്ടിലേ വീടിന്റെ ഫ്രണ്ട് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് പോലും ഇടാതെ കയറാൻ പറ്റും. അത്രന്ന് ക്ലിയർ ആയിട്ടായിരിക്കും. ഈ കൗൺസിലറിൻ്റെയൊക്കെ വീടിന്റെ ഫ്രണ്ടിലെ കാണയൊക്കെ ഇതുപോലെയാണ് നടക്കുന്നത്. കാണേ ഇല്ല അവർക്ക്. അവരൊക്കെ അത് സ്ലാബ് ഇട്ട് മൂടിയിട്ട് ടൈൽ ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അതാ അവസ്ഥ. ഇത് ഡെയിലി ഇങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ മഴ വന്നു കഴിഞ്ഞാൽ? ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇവിടെ കെട്ടിക്കിടക്കും അല്ലേ? കെട്ടിക്കിടക്കും. അപ്പൊ ഈ ടീം എവിടെയെങ്കിലൊക്കെ പോകുമ്പോ അമ്മച്ചി ഭയങ്കര ബുദ്ധിമുട്ടുമല്ലോ? എനിക്ക് പേടിയാണ് അമ്മച്ചിനെ ഒറ്റക്ക് ഇങ്ങോട്ട് പോകാണ്ട്. ഈ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് ഈ വയസ്സായല്ല, തീറ്റി വീണതിന് ഉള്ളിലേക്ക് വീണതിന് ആരും നോക്കാനാ. നല്ല താഴെ ഉണ്ടായിരിക്കും. അതുമല്ല ഇതിന് മതിൽ കെട്ടാന്ന് ആൾക്കാർ പറയും. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഉത്തേജിട്ടുണ്ടെങ്കിൽ ഇത് പൊളിച്ചോളയും. മതിൽ പിന്നെ അപ്പൊ തന്നെ പൊളിച്ചോളയും. ഇത് സ്ഥാപിടാൻ നേരത്തെ പൊളിച്ചോളയും. അതുകൊണ്ട് നമുക്ക് അത്ര പൈസ ആക്കിയത് വെറുതെ. എന്തായാലും ഒരു അവസ്ഥയാണ് കേട്ടോ ടീം, നിങ്ങളുടെയൊക്കെ ജീവിതം. ഇതാര് പറയണു, ആരറിയുന്നു അല്ലേ? ഈ മെയിൻ മാധ്യമങ്ങളൊന്നും വരാറില്ലേ? ഞാൻ ആരെ അറിയിക്കാറില്ല. എനിക്ക് ഇങ്ങനെ ആൾക്കാരെ അറിയിക്കുന്ന ഇഷ്ടമല്ല.
എനിക്കൊരു ചാനലുള്ള ഞാൻ ഇങ്ങനത്തെ അവസ്ഥയൊന്നും എന്റെ ചാനലിൽ പോയി. ഞാൻ ഇന്ന് ഈ കല്യാണത്തിന്റെ വീഡിയോ ഞാൻ വന്നപ്പോ കണ്ട അവസ്ഥ കാരണം ചെയ്താണത്. ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചേട്ടൻ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. കാരണം വെച്ചാൽ ഞാൻ അല്ല, ഞാനും ഓർത്തില്ല. ഞാൻ വരുമ്പോ നല്ല ഒരുങ്ങിയൊക്കെ ഇവിടെ ഇരിക്കുകയായിരിക്കും. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഒരുങ്ങിയൊക്കെ ഇരിക്കായിരുന്നു നമ്മൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ വന്നപ്പോ കണ്ട അവസ്ഥയാണ് എന്റെ. മഴയും കൂടുതലായിരുന്നു, അതാണ് കൂടുതൽ മാലിന്യങ്ങൾ വന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പോരാന്ന് കൊടുത്ത്. ഉച്ചേന്റെ ഒരു പ്രോഗ്രാമിന് പോകാനും ഉള്ളതല്ലേ. 3 പ്രാവശ്യം കുളിച്ചാലും മണം മാറും. അതെ, എനിക്ക് തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോ ആ സ്മെല്ലുണ്ടല്ലോ. പക്ഷെ നമ്മള് അത് അനുഭവിച്ചറിയണം, അനുഭവിച്ചറിഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ. അത് ഞാൻ ഇന്ന് അനുഭവിച്ചു, അതുകൊണ്ട് തന്നെയാ പറയണം. അപ്പൊ അമ്മച്ചി രാവിലെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയ നിങ്ങൾ വരുമെന്ന് ഓർത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ വീഡിയോ വന്നപ്പോ അമ്മച്ചി മീനൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്രാവശ്യം ബീഫും ഇഷ്ടവും വിന്താരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ലേ, അകത്തിരുന്ന് കല്യാണ വിശേഷവും പറയാം, നമുക്കത് കഴിക്കുകയും ചെയ്യാം. പക്ഷെ ഇത് കണ്ടപ്പോ എല്ലാം തീർന്നു. ഇത് കണ്ടിട്ട് കഴിക്കാതിരിക്കരുതട്ടാ. ഇല്ല കഴിച്ചിട്ടാ പോളൂ. ഇത് കണ്ട് കഴിക്കാതെ നമ്മൾ പോകില്ല കേട്ടോ. അമ്മച്ചി അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ. എന്തായാലും നമുക്കേ അമ്മച്ചി ഒരു കാര്യം അമ്മച്ചിയോട് പറയാണ്. ഈ തവണയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ മുന്നേ കോട്ടല്ല കൊടുക്കണ കൊട്ടാണ്, കൊട്ട് കിട്ടും. ഇങ്ങോട്ട് വരണം കേട്ടോ, നിങ്ങൾ എല്ലാ പാർട്ടിയും നിരന്ന് വരണം. ഓരോ വോട്ടിനും വിലയുള്ളതാണ് എന്ന് ഓർക്കുക. ഇത്രയും ഒരു അവസ്ഥ ഞാനൊരു സ്ഥലത്തും കണ്ടില്ല, പക്ഷെ പല സ്ഥലങ്ങളുമാണ്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇത്രയും പ്രായം ചെന്ന അമ്മച്ചി ടീം പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തെന്നിപ്പോയാൽ ഇവിടെ വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇത്രയും നാളും ഈ കൗൺസിലിൽ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ വോട്ട് ചോദിച്ച് ഈ ഏരിയയിലേക്ക് നിങ്ങളോ നിങ്ങളുടെ പ്രതിനിധിയോ വരാതിരിക്കുക, അതായിരിക്കും ഏറ്റവും വലിയ മാന്യത. അയാൾക്ക് ആരോ തടസ്സം, ഞങ്ങളോട് വൈരാഗ്യമുള്ള ആൾക്കാർ തടസ്സം ചെയ്ത് വെച്ചേക്കണേ. അതല്ലേ, അല്ലെങ്കിൽ അയാൾ ഇത് ചെയ്തു തരുന്ന ആളാണ്, ഞങ്ങൾ ബന്ധത്തിൽപ്പെട്ടാണ്. പക്ഷെ അയാൾക്ക് പറഞ്ഞേക്കണ ആ സ്നേഹമുള്ളതാണ് ഞങ്ങളോട് നന്മ ചെയ്തിട്ടുണ്ട്. പുരോഗതി കൊണ്ടുകൊണ്ടുണ്ടല്ലേ. അപ്പൊ ആരെ നിങ്ങൾക്ക് പാര വെക്കണം? ഞങ്ങൾക്ക് പാര വെക്കാൻ പറ്റുമ്പോൾ ഇതിന് ഞങ്ങൾ ആരോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ അവര് ഇപ്പൊ നല്ല ഉയരത്തിനങ്ങളൊക്കെ ജീവിക്കുന്ന കാരണം ഞങ്ങളൊന്ന് കാണിക്കണം. ഞങ്ങൾ കാണാനല്ലേ ജീവിക്കുന്നത്. അതിൻ്റെ കാര്യം കൊണ്ട് എന്തോ വൈരാഗ്യം തന്നെ, വൈരാഗ്യം നീ കാണാം. ഞാൻ പടത്തോട്ട് തെക്കോട്ടാട്ടി വന്ന് അവിടെയൊക്കെ നന്നാക്കിയിട്ടൊക്കെ സാധിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അത് പിന്നെയും പൊളിച്ചു പണിയാം. അമ്മേ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, മരുമോള് വരാൻ പോവാ. മരുമോൾ മറ്റേ കാത്തിരിക്കണേ പറയാനിട്ട് എനിക്കൊരു ആശ്വാസം കിട്ടും. സംസാരിക്കാൻ ഒരാളായി എവിടെയെങ്കിലും പോകാം, പള്ളിയിലും പോകാം. അപ്പൊ ഈ മരുമോളിനെ കുറെ വർഷമായിട്ട് പ്രേമിക്കുമായിരുന്നു, പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. കള്ളൻ അല്ലേ. ടീമ എന്നെ പറയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ പ്രണയം കാര്യങ്ങളൊക്കെ ഒന്നും സംസാരിക്കണം വീടല്ല. ഞങ്ങൾക്ക് നാണോ അങ്ങനെയൊക്കെ പറയാനുള്ള കാര്യം പറയാല്ല. സംസാരിക്കാറില്ല. സംസാരം വിളിക്കല, ദുഷിച്ച വാക്കുകൾ ഉപയോഗിക്കല. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു നല്ല അല്ല, പക്ഷെ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ നല്ല രീതിയിൽ വാക്കുകളൊക്കെ നമ്മുടെ പുസ്തകത്തിലില്ലല്ലോ, അതനുസരിച്ചാ പോകുന്നത്. അപ്പൊ നമുക്ക് ആ മരുമകളെ കുറിച്ചൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കണം, ഇത് ക്ലീൻ ചെയ്തിട്ട് അല്ലെ. മാലിന്യം മാറിയിട്ട് നല്ല മാലിന്യത്തിന് കുറച്ച് വിശ്രമം കൊടുത്തിട്ട് നല്ല സംസാരത്തിൽ വെക്കാം. മരുമകളെ വരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇരിക്കുകയാണ്. അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരുങ്ങണം. അപ്പൊ വോട്ടുകാർ വരുമ്പോ എന്താണ് പറയണത്, ചിന്നമ്മ ചേച്ചിക്ക് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഞങ്ങളെപ്പോഴും വീട്ടിലിരുന്ന് പറയും, പക്ഷെ ഇത് തീർച്ചയായിട്ടും ചെയ്യാതിരിക്കല. അങ്ങനെ മധുരമുള്ള വാക്കുകൾ പറഞ്ഞിട്ടേ പോകുള്ളൂ, പിന്നെ ഒന്നുമില്ല. പിന്നെ ചെന്യായം മധുരമുള്ള വാക്ക് വരും, പിന്നെ ചെന്യായമാണ്. ഭയങ്കര കാര്യമായിട്ടാ പറഞ്ഞ അമ്മ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? അമ്മച്ചിക്ക് 75 വയസ്സായി അല്ലേ? 72 വയസ്സായി. ഇതൊന്നും പോരാ. അതിനാണ് ജീവിച്ചാല് നമുക്കും ബുദ്ധിമുട്ടും മക്കൾക്ക് നോക്കുന്ന ആളെ. അല്ല, ഇങ്ങനെ ഇരുന്നങ്ങ് പോയാൽ കിടപ്പാക്കാതിരുന്നാ മതി ദൈവം അല്ലെ. ജീവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുക, കിടപ്പാകാതിരിക്കുക എന്ന് മാത്രം. അതിന് ദൈവത്തോട് നമ്മൾ എന്നും പ്രാർത്ഥിക്കുക കേട്ടോ. ആ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കും. അമ്മ എപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കും. രാവിലെ പള്ളി കൊണ്ടുപോകണം കേട്ടല്ല, എനിക്ക് കുർബാന കാണണം, ശ്രദ്ധയോടുകൂടി ഭക്തിയോട് കുർബാന കാണാൻ ആഗ്രഹമല്ല അടുക്കള പോകുന്നു. അതാണ് എൻ്റെ പ്രധാന പ്രാർത്ഥന. മറ്റുള്ള പള്ളികളൊക്കെ ഞാൻ പോകാറില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് ഇത്തരം പൈസ ഒറ്റയ്ക്ക് യാത്ര ചെയ്തില്ല. എല്ലാ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടോണ്ടാണല്ലേ ഇങ്ങനെ ഒരു മകനെ കിട്ടി. ഒരു നല്ല മരുമകൾ വരാൻ പോകുന്നു. നല്ല 4 മക്കളുണ്ട്. അതിലൊരു മകളാണ്. മകള് ഒരെണ്ണം പടക്ക വശം താമസിക്കുന്നത്.
അതിൻ്റെ മകനാണ് ആ നിൽക്കുന്നത് അജയ്. പിന്നെ ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല. അയാളെ കുറച്ച് മുടിയൊക്കെ വളർത്ത് താടി നല്ല സ്വഭാവങ്ങളൊക്കെയാണ്. പക്ഷെ പെൺകാലം കിട്ടിയിട്ടില്ല. സർക്കാർ തടസ്സം എന്താണ് മുടി. അപ്പൊ അയാൾ ഷൂട്ടിങ്ങിന് പോകാറുണ്ട്. ഹിന്ദിപ്പടത്തിലൊക്കെ പോകണല്ലോ. ഹിന്ദിപ്പടമൊക്കെയാ? അതിന് ഇത് വേണം, മുടി വേണം. പിന്നെ ഒരു കല്യാണക്കാർ ഉറക്കുകയാണെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഉറച്ചാണ് മുടി വെക്കും. ഫൈറ്റ് മാസ്റ്റർ ആണല്ലേ? എല്ലാ കഴിവുകളും ഉണ്ട്. ദൈവം അറിഞ്ഞ് എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട്. നല്ല മാലാഖമാരൊക്കെ ചെയ്യും. ഈച്ചണ്ട് മാലാഖമാരൊക്കെ. നമുക്ക് അകത്തേക്ക് പോകാമേ. ശരി. ഒരു കേട്ടോ, നമുക്ക് അകത്തേക്ക് പോകാം. പുറത്തു നിന്ന് അകത്തേക്ക് കയറി ഒന്ന് കുളിച്ച് റെഡിയായി. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അമ്മച്ചി അടുക്കളയിൽ തന്നെ അല്ലേ? നമ്മൾ പുതിയ ആളെ പരിചയപ്പെടുത്താം. പെങ്ങള് ഇപ്പോഴാണ് കാണുന്നത്. പേരെങ്ങനെയാ? എന്റെ പേര് രാജിനി. മരിയെന്ന് പുറത്തൊക്കെ മരിയെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. പുറത്തുനിന്ന് മരിയെന്ന് പറഞ്ഞാലോ? ശരിക്കുള്ള പേര് വീട്ടിൽ വിളിക്കുന്ന രാജിനി. രാജിനി. പുറത്തുള്ളവര് മരിയെന്ന് പറയും. ശരിക്കുള്ള പേരെന്താ അപ്പൊ? ആ ഒഫീഷ്യൽ നെയിം മരിയ അടുപ്പിച്ച്. അതല്ലേ? അതൊന്നും അറിയുള്ളൂ. വീട്ടിൽ വിളിക്കുന്നത് പുറത്ത് വിളിക്കണമെന്ന് പറയുമ്പോഴേ. അമ്മച്ചിക്ക് 4 മക്കളാ. ഏറ്റവും ഇളയതാണ് ഞാൻ. ഏറ്റവും ഇളയത്. എന്നെ കൂടാതെ 2 ആൺമക്കൾ വേറെ ഉണ്ട്. അത് അമ്മച്ചി നേരത്തെ പറഞ്ഞു മുടിയൊക്കെ വളർത്തിയ ഒരു ചേട്ടനുണ്ടെന്നൊക്കെ. അയാളെ ഏറ്റവും പാവം. അയാളെ ഏറ്റവും പാവം. അയാളെ കൂടെ കല്യാണം നടക്കാറുണ്ട്. അമ്മച്ചി ഹാപ്പിയാണ് ഇപ്പൊ? അയാൾക്ക് രണ്ടാമത്തെ മകന് പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. പല പല ഇതുണ്ട്, അതൊക്കെ മകൻ ചെയ്യണതാണ്. അതുപോലെ മൂത്ത മകനും പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. നല്ല വരയ്ക്കൊക്കെ ചെയ്യും. ഒരിക്കലും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സദാ ഉഷയുടെ ഭീകര അതിക്രമങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ വരച്ച് കണ്ടിട്ട് വീട്ടിൽ വന്ന് ആൾക്കാർ കാണാൻ വന്ന് അതിന് ശേഷം മറ്റുള്ള സ്ഥലത്ത് പ്രദർശനത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ഇപ്പൊ അയാള് ടൈൽസ് പണിയാണ്. ചേട്ടന്റെ കൂടെ ഞാൻ പണിക്ക് പണ്ട് പോയിക്കൊണ്ടിരുന്നു. അതിന്റെ ഇളയതാണ് മറ്റേ മുടി വളർത്തിയെന്ന് പറഞ്ഞാൽ അയാള് ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്. സകലകലാവല്ലേ? ഇതൊന്നുമല്ല. എല്ലാ കലയും ദൈവം കൊടുത്തിട്ടുണ്ട്. അതല്ലേ? ഇത് ചെറുത്. പുള്ളി കരാട്ട മാസ്റ്ററാണ്. പിന്നെ ഫൈറ്റ് സിനിമയിൽ ഫൈറ്റ് ചെയ്യും. പിന്നെ സെൻട്രൽ എക്സൈസിന്റെ പ്ലെയർ ആയിരുന്നു. പിന്നെ ഡാൻസർ ആയിരുന്നു. മൈക്കൽ ജാക്സന്റെ ആ കാലഘട്ടത്തിൽ ജാക്സനെ പോലെ തന്നെ കളിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്പോർട്സിൽ തന്നെ പുള്ളിക്ക് ജോലി കിട്ടി. ഇപ്പൊ സ്കൂളിൽ ജോലി കിട്ടി. അപ്പൊ അതുമായിട്ട് പോകണം. എന്റെ ഇടയിൽ സിനിമ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ വേണ്ടി പോകും. തെലുങ്കും ഹിന്ദിയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിനീഷിന്റെ ഒരു വരവ് ആ ചേട്ടൻ വഴിയാണോ കലയിലേക്ക്? ഇല്ല ഇല്ല, ചേട്ടൻ മുമ്പ് ഞാൻ ബോഡി ബിൽഡിംഗ് ഞാൻ പറഞ്ഞിരുന്നല്ല, ബോഡി ബിൽഡിങ്ങിലൂടെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ ചേട്ടന്റെ കാര്യം എല്ലാവർക്കും അറിയില്ല. ആ ചേട്ടന്റെ കാര്യം ഫാമിലിയുടെ കാര്യം അറിയാൻ പോലെ. ചേച്ചിയൊക്കെ അങ്ങനെ എന്റെ ബ്ലോഗിൽ പോലും വരാറില്ല. ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ അത് എന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പുറത്ത് ഞാൻ കണ്ടു. അപ്പുറത്തെ അപ്പം ഈ ഇങ്ങനെ ചാനലിലൊക്കെ ഇരുന്നിട്ടുണ്ടോ? ചാനലിലൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഓണപരിപാടി, ക്രിസ്മസ് അങ്ങനെയല്ലേ ഇരുന്നിട്ടുള്ളൂ അല്ലേ? വേറൊരു കാര്യം ചോദിക്കട്ടെ, നാത്തും വരാൻ പോവാ, അതിനെ കുറിച്ച് പറയാം ആദ്യം. ഭയങ്കര സന്തോഷം. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഒരു പെൺകുട്ടിയാണ്. ഇത്ര നാളും പ്രണയിച്ചിട്ട് പറഞ്ഞില്ല അല്ലേ? ഇടക്കൊരു ക്ലൂ ഒക്കെ തന്നായിരുന്നു. ഇടക്ക് ക്ലൂ കിട്ടിയായിരുന്നു. ഇവൻ അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നോട് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്. 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. കുറച്ച് നാളായി. 3 വർഷം കഴിഞ്ഞ സൂപ്പർ ക്ലൂ കൊടുത്ത്. അപ്പൊ ഞങ്ങൾക്കത് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങള് മീറ്റ് ചെയ്ത്. അപ്പൊ നല്ല പെൺകുട്ടി. നല്ല ഞാൻ പറഞ്ഞ് വീട്ടില് വരാൻ ഇഷ്ടമുണ്ടാന്ന് വെച്ചാൽ പറഞ്ഞ ആ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. അപ്പൊ അമ്മച്ചിനായിട്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അമ്മച്ചിനെ എന്തായിട്ട് ഒരു ബ്രദർ ഇനിയും കല്യാണം കഴിക്കാനുണ്ട്, ഇളയാളാണ്. അതൊക്കെ എല്ലാം അറിയാന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് അമ്മച്ചിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് മതി, നമുക്കതാണ് വേണ്ടത്. നമ്മള് ഉള്ളെങ്കിൽ വെച്ച അമ്മച്ചിയെ കൊണ്ടുവരും. അതുപോലെ നോക്കാൻ ഒരാളെന്നുള്ള സംഭവം. ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോവിഡ് കാലഘട്ടത്തിലാണ് അമ്മച്ചി ഞാൻ ഇവിടെ ഫുഡ് വെക്കാൻ തുടങ്ങിയത് ബ്ലോഗായിട്ട്. ആദ്യം ഒത്തിരി പേർക്ക് ആ സമയത്ത് ഭക്ഷണം വെച്ചുകൊണ്ടാണ് അമ്മച്ചി തുടങ്ങിയത്. അനസ് പാണാവള്ളി എന്ന് പറഞ്ഞൊരു ഇങ്ങനെ ചരിച്ചൊക്കെ ചെയ്യുന്ന ആളുടെയും കൂടി കൂട്ടി. അപ്പം അന്ന് തുടങ്ങി അമ്മച്ചി ഇന്ന് വരെ വീഡിയോയിൽ വരുന്നുണ്ട്. എൻ്റെ ലൈഫാണ് അതിൽ പറയുന്നത്.
ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാട്ടും കൂടുതൽ ഫാൻസ് അമ്മച്ചിക്കാണുള്ളത്. അപ്പോൾ ഞാൻ ലോകത്തിൽ എനിക്ക് തോന്നുന്ന കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. മലയാളികളെ ചോദിക്കുന്നത് അവരുടെ അമ്മനെ പോലെ കാണുന്നത്, നമ്മുടെ വീട്ടിലെ അമ്മച്ചീനെ പോലെ അവരുടെ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങളെ കാണുന്നത്. അമ്മച്ചിക്ക് സുഖമല്ലേ, അമ്മച്ചി ഫുഡ് വെച്ചത് ഞങ്ങൾ ഇന്നേയും കൂടി കണ്ടേ ഉള്ളൂ, ഞങ്ങൾ വെച്ച് നോക്കാറുണ്ട്. അമ്മച്ചി എന്ന് എല്ലാവരും വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ ഭാഗ്യമാണ്. അമ്മച്ചി വീട്ടിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവനും ആൾക്കാർ അറിയുന്നതെന്ന് പറയുന്നത്. എന്റെ വൈഫിന് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇന്ന് വരാൻ നേരത്തെ അപ്പൊ എന്നോട് പറഞ്ഞ രാവിലെ ചായ കുടിക്കണ്ട, അവിടെ എന്തായാലും അമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞ എന്റെ വൈഫ് പറഞ്ഞു വിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇന്നലെ തന്നെ ഉണ്ടാക്കി. അപ്പൊ എന്നോട് വൈഫ് പറയാം, രാവിലത്തെ വേണമെങ്കിൽ ദോശ വെച്ചിട്ട് നോക്കും, ഉച്ചക്കത്തെ ഊണായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞതിന്റെ അടുത്ത്. ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. അമ്മച്ചി വരുന്ന ആൾക്കാർക്ക് അമ്മച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കാറുണ്ട്. എപ്പം തുടങ്ങി അങ്ങനെയാണ്. ചെറിയ പെരയിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ 4 മക്കളാണെന്ന ഞങ്ങളുടെ വീട്ടിലെല്ലാം കളിക്കാനൊക്കെ വരുന്നത്. ഒത്തിരി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിയാണ് അമ്മച്ചി. ഒത്തിരി പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും കഴിച്ചിട്ട് പോകുന്നത്. അമ്മച്ചിയുടെ ഹോബിയാണ് ഭക്ഷണം ഉണ്ടാക്കി. അല്ല, നമ്മള് അന്നം കൊടുത്താലും നമുക്ക് ദൈവം തിരിച്ചു തരും അല്ലേ? നമ്മുടെ കെട്ടിൽ ഇതുവരെ അപ്പൊ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ പറയേ ഇവിടെ വന്നാല് കഴിക്കെന്ന് പറഞ്ഞോണ്ടിരിക്കും. കഴിച്ച് കഴിഞ്ഞാലും അമ്മച്ചി അതെടുക്കട്ടെ ഇതെടുക്കട്ടെ. അമ്മച്ചിയുടെ സ്പെഷ്യലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി. ഞാൻ വന്ന് കയറിയപ്പോ തൊട്ട് കഴിക്കുന്ന കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നത് കല്യാണം കഴിക്കല്ലേ എന്നുള്ള പരാതിയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ചേട്ടനും. ആദ്യം ഞങ്ങൾ എന്നെ ഒരു 4 മക്കളൊക്കെ ഉള്ളപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഏറ്റവും ഇളയതായതുകൊണ്ട് മൂത്താൾ കല്യാണം കഴിച്ചിട്ടല്ലേ ഞങ്ങൾ കഴിക്കണമെന്നുള്ള ആ ഒരു കണക്കൂട്ടെല്ലാം ഞാനിങ്ങനെ പോയിന്ന് വെച്ചാൽ അയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ വർഷങ്ങൾ പോയി. അപ്പോൾ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമാണ് ഞങ്ങളുടെ. മറ്റൊരു 2 കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. എൻ്റെ അവരൊക്കെ കുട്ടികളൊക്കെ വലുതായി. ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ കുറേ വർഷം കഴിയാൻ നേരത്തെ നമ്മളൊക്കെ നോക്കാൻ ആരും ഇപ്പം അമ്മച്ചി ഉണ്ട് അങ്ങനെയൊക്കെ നോക്കാനായിട്ട്. പിന്നീട് ഞങ്ങൾ നോക്കാൻ ആളുണ്ടാവില്ലെന്ന് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി നോക്കിയേക്കണ പോലെ ആരും ഞങ്ങളെ നോക്കിയിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, പുറത്തുനിന്ന് ഞാൻ ചവറ് പറക്കണ കണ്ടല്ല. അപ്പോൾ ഞാൻ എൻ്റെ കലങ്കിൻ്റെ അവിടെ നിന്ന് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചേ വിളിക്കുമ്പോൾ എന്താണ് ബനീഷ് എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖമാണത്. അപ്പോൾ അമ്മച്ചിക്ക് ഒരു മരുമോള് മറ്റേ ചേട്ടനാണ് ആദ്യം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്, കല്യാണം കഴിക്കാത്തത്. അദ്ദേഹം അതിന് ഒരു കല്യാണം ആഗ്രഹിച്ചിട്ടുണ്ടായി അമ്മച്ചി. ഇനിയും അത് ആലോചനയൊക്കെ വന്ന് നമ്മൾ അടുത്ത് തന്നെ നടത്തുന്നത്. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോണേണ്. അത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മച്ചി. സുരേഷ് ഞാൻ വിളിക്കുന്നത് അതിന് നമ്മുടെ കർത്താവിനോടും മാതാവിനോടും പരിശുദ്ധാത്മാവോടും എല്ലാവരും പ്രാർത്ഥിക്കും. ഒരു ജീവിത പങ്കാളിയെ എൻ്റെ മകന് കൊടുക്കണം, എനിക്ക് കാണാനുള്ള ഭാഗ്യം തരണം. അവിടെ ദൈവം ദാനമായിട്ട് തന്ന സ്ഥലം കിടപ്പുണ്ട്, അവിടെ ഒരു വീട് വെക്കണം. 4 പേർക്കളാണ്, അതിന് 3 പേർക്കും വീട് വെച്ച് 4ാമത്തെ ഒരാളിന് വീട് വേണം. ഞാനാണ് വീട് വെക്കാറുള്ളത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് അങ്ങനെ തരണം. തീർച്ചയായും അതാണ് എൻ്റെ അമ്മച്ചിയുടെ അതാണ് എൻ്റെ അപേക്ഷ. സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മച്ചിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കണേണ്, സ്റ്റാർ മാജിക്ക് അമ്മച്ചി കാണാറുണ്ട്. ഇങ്ങനെ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ നിനക്ക് വിളിച്ചിട്ട് വരാൻ പോലെ അങ്ങനെയൊക്കെ ചോദിക്കും. ആ പെണ്ണിനെ നിനക്ക് വിളിച്ചിട്ട് വന്ന ഞങ്ങള് ശരിക്കും ഇവളെ പോലെ തന്നെയാണ് അവരും. ഞാനും ഞങ്ങളുടെ ഒരു പെങ്ങന്മാരായിട്ടാണ്. അമ്മച്ചിക്ക് ഭ്രാന്തി കയറിയിട്ടേ അമ്മച്ചി നീ ആരെങ്കിലും ഒരാളെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പാടാന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് അങ്ങനെ പറയും, സ്റ്റാർ മാജിക്കിലെ ഏതെങ്കിലും ഒരു പെണ്ണിനോട് അവന് കൊണ്ടുവരാൻ പറയാൻ പോലെ നിനക്ക് നീ പറയണം, നീ അത് പറയണം. ഞാൻ പറയില്ല, അവനങ്ങനെയൊന്നല്ല, അവൻ എല്ലാവരും ഒരേ എന്നെ പോലെ തന്നെയാണ് കാണുള്ളൂ ലേഡീസിനൊക്കെ. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുമ്പേ തന്നെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. സ്റ്റാർ മാജിക്കിൽ എനിക്കൊരു കോംബോ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിനി എന്ന് പറഞ്ഞു, റിനി രാജൻ. ഞങ്ങളൊരു സ്റ്റാർ മാജിക്കിൽ ആ ഒരു കോമഡി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. തങ്കച്ചനോ അനു എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അമ്മച്ചി ഇത് കാണുമ്പോൾ റിയലാണെന്ന് പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് ഞങ്ങളൊരു സ്കിറ്റിൽ കല്യാണം കഴിക്കണതൊക്കെ ഉണ്ടാവും. എനിക്ക് ആ പെണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ ചെയ്യും. അല്ല, പലരും എന്നോട് ചോദിച്ചു ബനീഷിന്റെ കല്യാണം കഴിഞ്ഞല്ല, ഞങ്ങൾ കണ്ടല്ല, അത് വെറുതെ മാജിക്കായിട്ടുള്ളതാണ്. അതുപോലെ കല്യാണം കഴിഞ്ഞല്ല, അത് നാടകത്തിന്റെ ഒരു ഭാഗമാണത്, നമ്മൾ വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയെങ്കിലും ആരെയും വിളിച്ചോണ്ട് വന്നോന്നുള്ളായിരുന്നു അമ്മച്ചിക്ക്. ഒരു പെണ്ണിന് നമുക്ക് ആവശ്യമാണ്, കൂടെ വേണം. ഇവിടെ നോക്കണ്ടേ, പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് ഒരു കുട്ടീനെ തരികയാണെങ്കിൽ താലോലിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ലെങ്കിൽ ഇവരുടെ കാണുകയും ചെയ്യാമല്ല. ആഗ്രഹം ഉള്ളിൽ നിന്ന് പറയുന്ന വാക്കുകൾ അതൊക്കെ കേട്ടോ. അമ്മ എന്നൊരു 2 അക്ഷരം
നമ്മൾ പോയി യാത്ര ചെയ്ത് വന്നാൽ ആ വീടിന് മുമ്പിൽ നമ്മളെ കാത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ അത് അമ്മ മാത്രമായിരിക്കും അല്ലേ? അല്ല, വീട്ടില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ അലസമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ ചേട്ടനൊക്കെ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കാറൊന്നുമില്ല. വന്നാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. എന്ത് വലിയൊരു കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. ഒരു പെണ്ണ് ഉണ്ടായിച്ചാണെങ്കിൽ ചിലപ്പോൾ വീട് ഇത്തിരി കൂടി അടക്കും ചിട്ടയോടൊക്കെ പോയാനെ. അത് മാത്രമല്ല, അമ്മച്ചിക്ക് അധികം അടക്കും ചിട്ടയായിട്ട് വെക്കാൻ പറ്റില്ല. അമ്മച്ചിയുടെ പ്രായമായതുകൊണ്ട് അമ്മച്ചിക്ക് പരിമിതിയുണ്ട്. ഓരോ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ, ജീൻസ് പോലത്തെ ഇതൊന്നും അലക്കാൻ പറ്റില്ല. അലക്കലൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ പുറത്ത് കൊടുത്ത് അലക്കുന്നത്. അമ്മച്ചി ചെറിയ ചെറിയ ഫുഡുകൾ ഉണ്ടാക്കാൻ. ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാം മില്യൺ അടിക്കാറുണ്ട്. ഒത്തിരി, എനിക്ക് 3 കോടി മേലെ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ മാസത്തിൽ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടു ജോലി എന്ന് പറഞ്ഞാൽ അമ്മച്ചി എടുക്കുന്ന നിസ്സാര കാര്യങ്ങളാണ് നടക്കുന്നത്. അതും ഞങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത്. അമ്മച്ചിക്ക് അത് ചെയ്താലും സന്തോഷം, എനർജി. അല്ലെങ്കിൽ പള്ളി പോണതും ആ എനർജി കിട്ടാൻ വേണ്ടി വീട്ടു ജോലി എടുക്കുന്നതും ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ആ എനർജി ഉള്ളതുകൊണ്ട് അമ്മച്ചിയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ, കൂട്ടുകാരൊന്നും ഇല്ലല്ലേ അമ്മച്ചി, എല്ലാവരും പോയില്ലേ. എന്നെ പ്രായമുള്ള ഒരു തങ്കുവെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ കിടപ്പാൻ. പിന്നെ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ട മുഹൂർത്തം ഏതാണ്? എൻ്റെ അപ്പച്ച പേര് ഭർത്താവ്. അപ്പച്ചന് ആ ഫോട്ടോയിലുണ്ട്. പക്ഷെ എനിക്കും ആശുപത്രി അപ്പച്ചൻ ഇട്ടപ്പോൾ കിടന്നു വെച്ചപ്പോഴും എനിക്ക് അവിടെയും ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നു. അപ്പച്ചനെ ബാത്റൂമിൽ പോകുമ്പോൾ ഇവരൊക്കെ ജോലിക്കാരായതുകൊണ്ട് അവിടെ ഉണ്ടാകില്ല. അപ്പോൾ അവിടെ നിന്ന് താങ്ങിക്കൊണ്ടുവരാൻ ആരും ഉണ്ടാകില്ല. അങ്ങനെ ഈ അടുത്ത കെട്ടിലൊക്കെ കിടക്കുന്ന ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനുമാണ്, നല്ല പ്രൊഫസറുമാണ്. അയാൾ വന്ന് അപ്പച്ചനെ താങ്ങി കത്തോളി കിടന്നു. ഞങ്ങള് അപ്പച്ചൻ മരിക്കുമ്പോൾ ഈ വീട്ടിലല്ല, ചെറിയ വീട്ടിലാണ്. അപ്പച്ചനും അമ്മച്ചിയും തമ്മിൽ ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു മരിച്ചതിന് നമ്മൾ അറിയുന്നത്. അപ്പച്ചൻ മരിച്ചിട്ട് പിറ്റേ ദിവസം അമ്മച്ചിയുടെ വിതമ്പല. അതൊരു 2 മാസം ഉണ്ടായില്ല. ദിവസം കരച്ചിൽ, വെളുപ്പിനെ എണീറ്റിട്ട് പുള്ളേന്ന് വിളിക്കണം. അപ്പച്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പച്ചനുള്ള കാലം വരെ എന്നെ കല്യാണം കഴിച്ചിട്ട് അപ്പച്ചൻ ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തര ഇട വന്നിട്ടില്ല. അപ്പച്ചൻ്റെ പ്രത്യേക മരുന്ന് എന്നെ പിണങ്ങിയാലും അപ്പച്ചൻ വേകുമ്പോൾ ഒരു പഴംപൊരി കൊണ്ടുവരും. ആ പഴംപൊരിയാണ് ഇന്നും. യാതൊരു രോഗം വന്നാലും അത് കഴിക്കുമ്പോൾ മാറും. ഞാനിവിടെ ഇങ്ങനെ അമ്മച്ചിക്ക് പഴംപൊരി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാർക്കും അമ്മച്ചിക്ക് പണ്ടാരമാണ് ഇഷ്ടം. അതല്ല, എൻ്റെ അപ്പച്ചൻ മരണം വരെ വാങ്ങിച്ച് തന്ന് എൻ്റെ രോഗത്തിൻ്റെ മരുന്നാണത്. എത്ര വേണമെങ്കിലും ശരി, അപ്പച്ചൻ ചിന്നമ്മേ ഒരു അടിയന്തരം ഉണ്ടെങ്കിൽ വെക്കട കല്യാണത്തിന് കൊണ്ടുവന്ന് വെച്ചേക്ക്. ആ സമയത്ത് നമുക്ക് കഴിക്കാൻ സാധിക്കണം. എന്നിട്ട് ഇടയ്ക്ക് കഴിഞ്ഞമ്മേ അത് കഴിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേക സ്നേഹം. ഭർത്താവിനെ അപ്പച്ചാന്ന് വിളിക്കണം. പറഞ്ഞല്ലോ. അത് കാരണമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബനാഥനും അപ്പനും അമ്മയും നമ്മുടെ ഭർത്താവാൻ. അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിതം മുന്നോട്ട് പോകാൻ. അപ്പച്ചൻ്റെ മിസ്സിങ് ഒക്കെ അറിയുന്നതേ, പണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരു 4 പേരും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ലാതെ. അപ്പച്ചൻ മത്സ്യ തൊഴിലാളിയാണ്. അപ്പോൾ ആ സമയത്ത് റേഷനരിയൊക്കെ വെച്ച് കഴിയണ സമയമാണ്. അപ്പച്ചൻ വഞ്ചി പോവും. വഞ്ചി പോയി കഴിഞ്ഞിട്ട് വെളുപ്പിനെ വരുള്ളൂ. അപ്പോൾ റേഷനരി വെച്ചിട്ട് ഞങ്ങൾ അപ്പച്ചൻ മീൻ കൊണ്ടുവരും. അപ്പോൾ അപ്പച്ചൻ മീൻ കൊണ്ടുവരുന്ന കാട്ടയിലെന്ന് പറയും. ഇപ്പം ആ അയിലൊന്നും കാണാറില്ല. ഇത്ര വലിയ അയിലായിരിക്കും, ഇത്ര ഉണ്ടാവും. ഒരു കടൽ മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അതിന് 2 കവറിലും ചിന്നമ്മ എന്ന് വിളിക്കും. വന്ന് തടിപ്പാലമാണ്. അപ്പം ഞങ്ങളെല്ലാവരും എണീക്കും. ഞങ്ങൾ ഫ്ലോറിൽ തന്നെയാണ് കിടക്കുന്നത്. എണീറ്റുമ്പോൾ അമ്മച്ചൊരു വട്ടച്ചരിവ് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും ഈ അത്ര സാധനം, മഞ്ഞപ്പൊടിയും മുളകും അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ വട്ടച്ചരിവത്തിലാണ്. മുറിക്കൂല, ഒരു പോന്തൽ പോന്തിയിട്ട് അങ്ങോട്ട് വേവിക്കും. വേവിച്ചിട്ട് ഞങ്ങൾക്ക് ആ റേഷനരിയും ഞങ്ങൾ 4 മക്കളെ ഇരുത്തിയിട്ട്, അപ്പോൾ അയില തന്നെ 1 കിലോ ഉണ്ടാവും. അതും കുറച്ച് ചോറും കൂടി തിന്ന് അപ്പച്ചൻ കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ തിന്നേക്കുന്നത്. വയറ് നിറച്ച് ഞങ്ങൾ അയില കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പുറം കഴിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്ക് ഒരു പുറം. ആ ടേസ്റ്റ് അപ്പച്ചനെ മിസ് ചെയ്യുന്നത് അയിലയൊക്കെ കാണാൻ നേരത്തെ. അപ്പച്ചന് ഈ മത്സ്യബന്ധനം മാത്രമല്ലായിരുന്നു, അപ്പച്ചനൊരു മർമാണി തൈല് സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. പിന്നെ കളരി പഠിച്ചേക്കണായിരുന്നു. വൈദ്യനും കൂടിയായിരുന്നു. അത് ഇവള് ചെയ്യുന്നുണ്ട് ഇപ്പൊ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തളർന്നു പോണ ആൾക്കാർ വരെ ഞാൻ എഴുന്നേപ്പിച്ച് വിടാറുണ്ട്. സ്ത്രീകൾക്ക് ലേഡീസ് ഉള്ളി ഞാൻ ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ. പാരമ്പര്യം കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ കൊച്ചടക്കം കിട്ടിയിട്ടുണ്ട്. ആ പാരമ്പര്യം നന്നായിട്ട് ഈ രാജ്യം കടന്നു പോയ വന്ന ആൾക്കാര് എല്ലാരും നല്ല ഇതിലായിട്ടാണ് പോയിരുന്നു. ആരും
മോശം പറഞ്ഞിട്ടില്ല. അമ്മച്ചിയുടെ അപ്പൻ തട്ടാനായിരുന്നു. ഒരുപാട് വേറെ തട്ടാന്മാര് ജോലി 15 പണിക്കാരെ വെച്ച് പണിയണ അതുപോലെ ജോലി ചെയ്യാൻ വന്ന ഒരു ആളായിരുന്നു എൻ്റെ അപ്പച്ചൻ. അവിടെ സ്വർണ്ണപ്പണി ചെയ്യാൻ വേണ്ടി. അപ്പൊ അപ്പച്ചനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പച്ച പറഞ്ഞ് എൻ്റെ അപ്പച്ചോട്, എൻ്റെ ഭർത്താവിനൊക്കെ അപ്പച്ച, മറ്റേ അപ്പച്ച, ഞാനൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വെറുതെ അഴകൊന്നുമില്ല, എനിക്ക് സ്വഭാവത്തിനെ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പച്ച പറഞ്ഞ് ഏതാണ് ബസ്സാൻകുട്ടി എന്നാ പേര്, ബസ്സാൻകുട്ടി എന്നാണ്. അത് ഞാനിപ്പോൾ പറയല, കല്യാണം കഴിയട്ടെ. അപ്പൊ സമയനായപ്പോ അപ്പച്ച പറഞ്ഞു. അങ്ങനെ 2-3 കൊല്ലം ഉണ്ടാവും. 2 കൊല്ലം. അമ്മച്ചി 3 കൊല്ലം അപ്പൊ വീട്ടിലല്ല വന്ന് പണിയാൻ വരുന്നത് അല്ലേ? അപ്പൊ ഇടക്കിടക്ക് പോയി നോക്കുമായിരുന്നോ? അങ്ങനെ നോക്കാന്നില്ല. പിന്നെ അങ്ങനെ അപ്പച്ച ഇഷ്ടപ്പെട്ട് പറഞ്ഞ് അങ്ങനെ അതിന്റെ വീട്ടിലാണ് അങ്ങനെ നടന്ന്. അപ്പൊ ഇതിക്ക് മുമ്പ് വേറെ നല്ലൊരു വിശേഷം ഉണ്ടായി. എൻ്റെ അപ്പച്ചൻ, എൻ്റെ സ്വന്തം അപ്പച്ചൻ കൂടി ഒരു ഡൈസുണ്ട്, അതിന് എറണാകുളത്ത് പോയേക്കണേ. അപ്പൊ ഒരു കുരുടനും വന്ന് ഒരു വയസ്സനും വന്ന്. അപ്പൊ മകൾക്കടെ വിവാഹം നടക്കണമെങ്കിൽ ഒരാൾ ഇവിടെ ജോലിക്ക് വരും. ആ വിധത്തിലാണ് മക്കൾ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു പിന്നെ ജോലിക്ക് വരുന്ന ആൾക്കാർക്കല്ലേ കല്യാണം കഴിക്കാന്നാണ്, അതേ നടക്കുള്ളൂ നമ്മൾ എന്നാണ്. ആ വയസ്സനും കുരുടനും കൂടി പോയി പിന്നെ ആളെ കണ്ടിട്ടില്ല. പറഞ്ഞിട്ട് പോയ പിന്നെ ആ വാക്ക് നിറവേറിയിരിക്കണേ. ഇതൊക്കെ ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. ഒരു വയസ്സനും കുരുടനും കൂടെ തന്നെ. അപ്പം അപ്പച്ച പോയി, എൻ്റെ അപ്പച്ച പോയെടുത്ത് കാര്യങ്ങൾ വിജയിച്ച വരുവാണ്. അതുപോലെ പൈസ പോയിട്ട് കാര്യം വിജയിച്ചെന്ന് ഈ കല്യാണം ഇങ്ങനെ നടക്കുകയും ചെയ്തു. അല്ലേ? ഈ 3 വർഷമല്ല പ്രണയിച്ച് നടന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കല്യാണത്തിന് മുമ്പ് കണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ വന്നപ്പിന്നെ സാധിക്കണത്. അപ്പൊ അപ്പച്ചോട് പറഞ്ഞല്ല ഇങ്ങനെ എനിക്ക് പെണ്ണിന് ഇഷ്ടമുണ്ട്. അപ്പൊ അവർക്കിങ്ങനെ സ്ത്രീധനമൊക്കെ തരാനുള്ള കഴിവൊന്നുമില്ല. അപ്പച്ചോട് ചോദിച്ചിരുന്നിട്ട് ഏതാണ് വേണ്ടി പറയാം, അത് പറയാം പറഞ്ഞു തന്നെ ഞങ്ങളുടെ കല്യാണത്തിലായി. എൻ്റെ അപ്പച്ചൻ്റെ കുടുംബം വലിയ കുടുംബമാണ്, വലിയ കണ്ണമാലിലായിരുന്നു. ഞങ്ങള് അപ്പച്ചന്റെ ചേട്ടന് സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. തട്ടാന്മാരായിരുന്നു എല്ലാവരും. ഇവിടുത്തെ ഫാമിലിയും തട്ടാന്മാരായിരുന്നു. അമ്മച്ചിയുടെ ആങ്ങളെ തട്ടാൻ തട്ടിയെടുത്തത് അമ്മച്ചി. അല്ലേ? അപ്പൊ വിനീഷ് പറഞ്ഞു ശരിയാ, അമ്മച്ചിക്ക് 3 വർഷം പ്രണയിക്കാതെ 5 വർഷം പ്രണയിക്കും, ഒരു കുഴപ്പമില്ല അല്ലേ? ഈ അമ്മച്ചിയോട് ഏറ്റവും വാത്സല്യം തോന്നുന്ന ചില മുഹൂർത്തം, അമ്മച്ചിക്ക് വാത്സല്യം തോന്നുന്ന മുഹൂർത്തം ഉണ്ടാവും, കുട്ടികളുടെ അടുത്ത് ലാളിക്കുന്ന സമയങ്ങളുണ്ടാവും. അങ്ങനെ തോന്നുന്ന സമയം മക്കൾ ചിലപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അങ്ങോട്ടേക്ക് പോയി കാര്യം, അപ്പൊ അമ്മച്ചി എന്ത് ചെയ്യും? ഞാൻ എത്രയും വേഗം വന്നെത്തണേ, ഇനി വന്നെത്തണേ. ഞാൻ എനിക്ക് ഒറ്റക്കരിക്കാൻ പേടിയാണ്. അപ്പൊ മറ്റവരവിടെയാണില്ല, പിന്നെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ വാതില് ഇങ്ങനെ മുട്ടണത് ആരാളാന്ന് പറയാൻ പറ്റില്ല. അമ്മച്ചി ഞാനാണെന്ന് പറയണ്ടേ. അപ്പൊ ഇവന്റെ താക്കോലുകൊണ്ട് മുട്ടലാണ് ഈ 2ാമത്തെ മകനുള്ളത്. അല്ലേ? അമ്മച്ചി കഴിഞ്ഞ ദിവസം എല്ലാവരും നമുക്ക് കേട്ടതാ, ഒരാൾ വന്നിട്ട് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരത്തിനെ ഒരു അമ്മനെ പിടിച്ചിറക്കിയിട്ട് മാല പൊട്ടിച്ചിട്ടുണ്ടോ. ഞാൻ അമ്മച്ചിനെ കൊണ്ടത് കാണിച്ചത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാ. പല ആൾക്കാരും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അമ്മച്ചിനെ പുറത്തേക്ക് ഇറക്കിയിട്ട് മാലയും ഇതൊക്കെ ഉള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പൊട്ടിക്കാൻ വരുമോ? അപ്പം അമ്മച്ചിയോട് പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് പാലടിച്ച് അവിടെ TV വെച്ചിരുന്നാൽ മതി, പുറത്തേക്ക് അത് കാരണവശാലും ഇറങ്ങരുത്. സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ടെലികാസ്റ്റ് കറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് കൊണ്ടുവരും. പാസ്പോർട്ട് മാറ്റിക്കോളാം. ഇനി വേറെ സിഗ്നൽ വരും കേട്ടോ. പഴയ സിഗ്നൽ മറന്നു കളയണം, ഇപ്പൊ എല്ലാ നാട്ടുകാരും അറിഞ്ഞത്. 15 വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്ക്. ഞാനൊരു സാധാരണ ഒരു കുടിലിൽ താമസിക്കുന്നതാണ്. അതിലും താഴെയുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനിയാണ് ജീവിതത്തിന്റെ അങ്ങനെ തുടങ്ങാൻ വേണ്ടി പോണത്. ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ, ചേട്ടൻ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഫാമിലിയിലൊരു കല്യാണം.